ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നിർണായക തീരുമാനത്തിലേക്ക് കടക്കാൻ CPI PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ എടുക്കാൻ സാധ്യതയുള്ള തീരുമാനം. അതിനുള്ള സാധ്യതയേറുന്നു. മാസങ്ങളോളം ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വരും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മന്ത്രിമാരായ K. രാജൻ, P. പ്രസാദ്, GR അനിൽ, J. ചിഞ്ചുറാണി എന്നിവരുമായി നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ CPM പിന്നോട്ടു പോകുമെന്നാണ് വിലയിരുത്തൽ. എക്സിക്യൂട്ടീവിൽ കൂടി ചർച്ച ചെയ്തതിനു ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നറിയുന്നു. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇപ്പോൾ നിർണായകമായൊരു തീരുമാനമായിരിക്കും അത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI വിട്ടുനിൽക്കുകയാണെങ്കിൽ അതും റവന്യൂ വകുപ്പ്, കൃഷി വകുപ്പ്, ഒപ്പം J. ചിഞ്ചുറാണിയുടെ വകുപ്പ്, ഭക്ഷ്യവകുപ്പ്, വളരെ നിർണായകമായ വകുപ്പുകളാണ്. ഈ വകുപ്പുകളുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിലില്ലെങ്കിൽ അത് ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാവും. കൂട്ടുത്തരവാദിത്വം തകർന്നുപോയി എന്നുള്ള പ്രതിപക്ഷം ആരോപണം ശക്തമാകും. അതിൽ ഇടതുമുന്നണിക്ക് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമുണ്ടാവും. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നുകൊണ്ട് സമ്മർദ്ദം ശക്തമാക്കാനാണോ CPIയുടെ തീരുമാനം? അതായിരിക്കുമോ എത്തുക ഈ എക്സിക്യൂട്ടീവിൽ? അരുൺ, ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയുമായി ബിനോയ് വിശ്വം ഏറ്റവും പ്രധാനപ്പെട്ട CPI നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിലിപ്പോൾ നേതൃതലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ, ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നതിന് മുമ്പായി CPIMന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു മറുപടി, അതായത് CPI ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി വരും എന്നവർ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് ചർച്ചയിലുണ്ടായ പൊതുവികാരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്ന കാര്യം, മന്ത്രിസഭ യോഗത്തിൽ നിന്ന് 4 CPI മന്ത്രിമാരും വിട്ടുനിൽക്കുക എന്നതാണ്. അത് എത്ര ദിവസം എന്നതല്ല, ഈ ധാരണാപത്രത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് വരെ, വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ട് പോകുന്നത് വരെ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മുഴുവൻ മന്ത്രിമാരും അനിശ്ചിത കാലത്തേക്ക്, ആ തീരുമാനം എപ്പോൾ വരുന്നോ അതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ മാറി നിൽക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് CPI പോവുകയാണ്. മുതിർന്ന നേതാക്കൾക്കിടയിൽ അക്കാര്യത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരോട് K. രാജനോടും P. പ്രസാദിനോടും JR അനിലിനോടും J. ചിഞ്ചുറാണിയോടും CPM നേതൃത്വം ഇത് സംബന്ധിച്ച ആശയവിനിമയങ്ങൾ നടത്തി കഴിയുകയും ചെയ്തു. എന്തിനും തയ്യാറാണെന്ന് പാർട്ടി മന്ത്രിമാർ മറുപടി നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ വിഷയം ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഒരു തീരുമാനമായി കൊണ്ടുവരികയായിരിക്കും ചെയ്യുക. നമുക്ക് ഏറ്റവും വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPI അത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് യോഗത്തിന്റെ തീരുമാനമായി അത് പുറത്തേക്ക് വരിക എന്നതാണ്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ CPIMന്റെ ഭാഗത്ത് നിന്നുള്ള അനുനയ നീക്കം മുന്നോട്ട് പോവുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് വിശ്വസിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയും, മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ബിനോയ് വിശ്വം അത് ഓൺ ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സോഴ്സുകൾ പറയുന്നത് സ്വാഭാവികമായും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സംസാരിച്ചയാൾ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സംസാരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആശയവിനിമയം ഇന്നലെ വൈകുന്നേരം നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ബിനോയ് വിശ്വം പ്രധാനപ്പെട്ട CPIയുടെ നേതാക്കളുമായി സംസാരിച്ചത്. അതിലൊരു ധാരണ വന്നിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് മാറുക എന്നതാണെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചർച്ച ഫലപ്രദമായില്ലെങ്കിൽ CPI ആവശ്യപ്പെടുന്നത് പോലെ ഈ PMC പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നില്ലെങ്കിൽ, PMC പദ്ധതി നടപ്പിലാക്കില്ല എന്നൊരു ഉറപ്പ് CPIMന്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ CPIയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അതൊരു വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നു. ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ CPI നടത്തുന്ന ഈ പ്രതിഷേധം ദുർബലമായാൽ അത് CPI വഴങ്ങി എന്ന രാഷ്ട്രീയ വ്യാഖ്യാനത്തിലേക്ക് വഴിവെക്കും. വീണ്ടും CPM എന്ന വല്യേട്ടനെ അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടി ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ തീരുമാനം TV പ്രസാദ് വേണ്ടി വന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. നേരത്തെ TV പ്രസാദ് ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് ചാണ്ടിയുടെ കാര്യത്തിൽ ആലപ്പുഴയിൽ വലിയ വിഷയം നടക്കുന്ന സമയത്ത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടൊരു സമ്മർദ്ദം CPI പയറ്റിയിരുന്നു. ADGP MR അജിത്കുമാറിന്റെ കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചിരുന്നില്ല. അപ്പോൾ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കാനാണ് CPIയുടെ തീരുമാനം എങ്കിൽ അത് ഇടതുമുന്നണിയെ ചെറുതൊന്നുമല്ലല്ലോ അലട്ടാൻ പോകുന്നത്.
അരുൺ, അത് ഗുരുതര പ്രതിസന്ധി മുന്നണിക്കുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമാകും. അതായത് സർക്കാരിൻ്റെ കാര്യങ്ങൾ CPIയെ പോലും, അതായത് മുന്നണിയിലെ പ്രധാന രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്ന ആരോപണം തുടർച്ചയായി ഉയർത്തും. അതിനു മുന്നിൽ മറുപടി പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്കും CPIM സംസ്ഥാന സെക്രട്ടറിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ CPIക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്ന് അതാണ്. അതായത് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഒരു പ്രസക്തിയുമില്ല. അതല്ല എങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഈ പ്രശ്നത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനമോ ഒരു ചർച്ചയോ അനുനയമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സമയത്തും മന്ത്രിസഭാ യോഗത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. അതേസമയം തന്നെ CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് അത് പുറത്ത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് CPIMനാണ് വലിയ തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആണ് ഇന്നത്തെ തീരുമാനം എത്തുന്നതെങ്കിൽ, CPI എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം എത്തുന്നതെങ്കിൽ അത് സംസ്ഥാനത്തെ വലിയ പ്രതിസന്ധികളിൽ ഒന്നായി മാറും. നേരത്തെ അരുൺ സൂചിപ്പിച്ച തോമസ് ചാണ്ടിയുടെ സംഭവം 2017 നവംബർ മാസം 15-ാം തീയതിയായിരുന്നു. കായൽ കയ്യേറ്റ വിഷയത്തിൽ മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് കൂടി പിന്നാലെയാണ് ഇങ്ങനെ ഒരു മന്ത്രിയുടെ കൂടെ ഇരിക്കാൻ നമ്മളില്ല എന്ന പ്രഖ്യാപനം അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരൊറ്റ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ തന്നെ തോമസ് ചാണ്ടിയോട് രാജി എഴുതി വാങ്ങേണ്ടി വന്നു അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്. അതേപോലെയുള്ള സാഹചര്യം പിന്നെ ഉണ്ടാകും. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് അനിശ്ചിതമായ രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് CPI പോകുന്നതെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അരുൺ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPIMൽ തന്നെയുള്ള വലിയൊരു വിഭാഗം നേതാക്കൾക്ക് PM ശ്രീ പദ്ധതിയുമായുള്ള കരാർ ഒപ്പിടുന്നതിൽ ഒരു താല്പര്യവുമില്ല, ഒരു ഇഷ്ടവുമില്ല. അവരുടെ നിലപാടല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവരെല്ലാവരും. ഒരുപക്ഷെ ആ അഭിപ്രായം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നൊരു ചർച്ച ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ യോഗത്തിലേക്ക് വരാനുള്ള വലിയ സാധ്യതയുമുണ്ട്. കാരണം ഇടതുപക്ഷ നയത്തിന് എതിരായ ഒരു തീരുമാനമാണ് CPIM പ്രത്യേക വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ എടുത്തത് എന്ന വിമർശനം CPMന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന സമയത്ത് CPIക്ക് അത് കൂടുതൽ കരുത്താകും എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ലല്ലോ അരുൺ സ്വാഭാവികമായി ചെയ്യുക. ഈ വിഷയം നിരന്തരം അവർ ഉയർത്തുകയും ചെയ്യും. അങ്ങനെ നിരന്തരമായി ഈ വിഷയം TV പ്രസാദ്, ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന പ്രതീതി ഉണ്ടാവും. അത് തന്നെ തുടർച്ചയായി പ്രതിപക്ഷം കടുത്ത ആരോപണമായി ഉന്നയിക്കും. എത്ര ആഴ്ച വിട്ടുനിൽക്കുന്നോ അത്രയും ആഴ്ചകളിലും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്ന പ്രതീതി ഉണ്ടാക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണിക്ക് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലേക്ക് CPI കടക്കുമോ, അതിനുള്ള സാധ്യത ഏറുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റാഹിസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അല്പസമയത്തിനുള്ളിൽ ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം അറിയിക്കാം. ഒരുപക്ഷെ ആദ്യം മന്ത്രിസഭാ യോഗത്തിൽ വിയോജനക്കുറിപ്പ് അറിയിക്കും. ആ വിയോജനക്കുറിപ്പ് കൊണ്ട് ഫലമില്ലെങ്കിൽ വരും ആഴ്ചകളിൽ വിട്ടുനിൽക്കാൻ ഒരുപക്ഷെ കുറച്ച് സമയം ബൈ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഷേധക്കുറിപ്പ് കൊടുക്കുക, പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പങ്കെടുക്കുക. അതിനുശേഷം തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗം മുതൽ ബഹിഷ്കരിക്കുമെന്ന് പറയുക. അതിനിടയിൽ എന്തെങ്കിലും സമവായ നീക്കങ്ങൾ ഉണ്ടാവുക. കാത്തിരുന്ന് കാണാം. ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഒരുങ്ങുകയാണ് ആലപ്പുഴയിൽ തത്സമയം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആ വാർത്തകളെല്ലാം നമ്മൾ അതിവേഗം എത്തിക്കും. റാഹിസ് റഷീദും ശരത്തും ഒപ്പം TV പ്രസാദും ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും വിഷയങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും.